നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. കുമ്മനത്തിനെതിരെ പരാതി. പയ്യന്നൂർ കൊലപാതകത്തിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചെന്നാരോപിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെതിരെ പരാതി. മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകിയത് എസ്എഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സിറാജ്. നടപടിക്ക് പിന്നിൽ കലാപം സൃഷ്ടിക്കാനുള്ള നീക്കമെന്നും ആരോപണം. കൊലയ്ക്ക് ശേഷം CPM പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയെന്ന തരത്തിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് BJP പ്രവർത്തകർക്കിടയിൽ CPM വിരോധം സൃഷ്ടിക്കാനെന്ന് പരാതിക്കാരൻ. സംഭവത്തിൽ വേണ്ടിവന്നാൽ കുമ്മനത്തിനെതിരെ കേസെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞിരുന്നു. അതേസമയം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി കുമ്മനം രാജശേഖരൻ. CPMന്റെ ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത്. കേസെടുത്താൽ ജയിലിൽ പോകാൻ തയ്യാറെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ലോകം വൈറസ് ഭീതിയിൽ. ലോകത്തെ ഞെട്ടിച്ച റാൻസംവെയർ ആക്രമണത്തിന് പിന്നിൽ ഉത്തര കൊറിയെന്ന അഭ്യൂഹം. അപകടകാരിയായ വാനാക്രൈ വൈറസിന്റെ ചില ആദ്യകാല പതിപ്പുകൾ ഉത്തര കൊറിയയിലെ പ്രമുഖ ഹാക്കിംഗ് ഗ്രൂപ്പായ ലസാരസിന്റെ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടെന്ന് സാങ്കേതിക വിദഗ്ധർ. അതിനിടെ വാനാക്രൈ ആക്രമണം കൂടുതൽ രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പുമായി സൈബർടോം. അടുത്ത ഘട്ടത്തിൽ കമ്പ്യൂട്ടർ ഡേറ്റയിൽ തിരിമറി നടന്നേക്കാം. മൊബൈൽ ഫോണിനെ ബാധിക്കുന്ന റാൻസംവെയർ പടരാൻ സാധ്യതയെന്നും മുന്നറിയിപ്പ്. ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് ബാങ്കുകളിലും വിമാനത്താവളങ്ങളിലും നിരീക്ഷണത്തിന് പ്രത്യേക സംഘം. വിൻഡോസിൽ പ്രവർത്തിക്കുന്ന ATMകൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തിയ ശേഷം മാത്രമേ തുറക്കാവൂ എന്ന് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം. ആഗോളതലത്തിലെ റാൻസംവെയർ ആക്രമണം നടന്ന 99 രാജ്യങ്ങളിൽ ഇന്ത്യ ഒന്നാമതെന്നും വിവരം. നിലവിൽ നടക്കുന്നത് ലോകം കണ്ടതിൽ വച്ച ഏറ്റവും വലിയ സൈബർ ആക്രമണമെന്നും സാങ്കേതിക വിദഗ്ധർ. വിധിക്ക് കാതോർത്ത്. കുൽഭൂഷൺ ജാദവിന്റെ വധശിക്ഷയിൽ രാജ്യാന്തര കോടതിയുടെ വിധി ഇന്നുണ്ടായേക്കും. ഇരു രാജ്യങ്ങളുടെയും വാദം പൂർത്തിയായ സാഹചര്യത്തിൽ കേസിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടെന്ന് അന്താരാഷ്ട്ര കോടതി. ജാദവ് കേസിൽ പാകിസ്ഥാന്റേത് വിയറ്റ്നാം കരാർ ലംഘനമെന്ന് ഇന്ത്യയും കരാർ ലംഘിച്ചിട്ടില്ലെന്ന് പാകിസ്ഥാനും. കേസിൽ പാക് സർക്കാരിന് തിരിച്ചടിയായത് ജാദവിന്റെ കുറ്റസമ്മത മൊഴിയുടെ വീഡിയോ പ്രദർശിപ്പിക്കാനുള്ള നീക്കം അന്താരാഷ്ട്ര കോടതി തടഞ്ഞത്. 2016 മാർച്ചിൽ കുൽഭൂഷണെ പാകിസ്ഥാൻ ഇറാനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നും അറസ്റ്റ്, കുറ്റപത്ര സമർപ്പണം, വിചാരണ എന്നിവ നിയമപ്രകാരമായിരുന്നില്ലെന്നും ഇന്ത്യ. ക്രിമിനൽ കേസുകളിൽ അന്താരാഷ്ട്ര കോടതി അപ്പീൽ കോടതി അല്ലെന്ന് പാകിസ്ഥാൻ. ഇറാനിൽ നിന്ന് തട്ടിയെടുത്തെന്ന വാദത്തിന് തെളിവ് നൽകാൻ സാധിച്ചിട്ടില്ലെന്നും വിശദീകരണം. കേസ് പരിഗണിക്കുന്നത് ഹേഗ് കോടതിയിലെ 11-അംഗ ബെഞ്ച്. സ്റ്റേ ഉത്തരവിലൂടെ കൈവന്ന നയതന്ത്ര ജയം ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഇന്ത്യ. പരിശോധന നടത്തി CBI. മുൻ കേന്ദ്രമന്ത്രി P. ചിദംബരത്തിന്റെ വീടുകളിൽ CBI റെയ്ഡ്. ചെന്നൈ നുങ്കമ്പാക്കത്തെ വസതിയിൽ പരിശോധന നടത്തിയത് മാധ്യമ സ്ഥാപനത്തിന് വിദേശ നിക്ഷേപം ലഭ്യമാക്കാൻ ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തിന്റെ കമ്പനി സഹായം നൽകിയെന്ന പരാതിയിൽ. റെയ്ഡിന് പിന്നിൽ മാധ്യമ ശ്രദ്ധ നേടാനുള്ള ശ്രമങ്ങളെന്ന് കോൺഗ്രസ്. തെറ്റിദ്ധാരണ പരത്തി ചിദംബരത്തെ അപകീർത്തിപ്പെടുത്താൻ നീക്കമെന്നും വിശദീകരണം. എന്നാൽ എയർസെൽ മാക്സിസ് ഇടപാടുമായി ബന്ധപ്പെട്ട് ചിദംബരത്തിന്റെ വീട്ടിൽ CBI നേരത്തെയും പരിശോധന നടത്തിയിരുന്നു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.